എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെറുപയർ കറിയാണ്. ചെറുപയർ കറി സാധാരണ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്നതായിരിക്കും, പക്ഷെ ഇതൊരു സ്പെഷ്യൽ ചെറുപയർ കറിയാണ്. ഇത് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ഒരു ചെറുപയർ കറിയാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പൊ നമുക്ക് അമ്മ സ്പെഷ്യൽ ചെറുപയർ കറി എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ചെറുപയർ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെറുപയർ ഇതിപ്പോൾ കുറച്ച് നേരം ഒരു 6 hour ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ വെള്ളമൊക്കെ നീക്കി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെറുപയറാണിത്. പിന്നെ നമുക്ക് ഉള്ളി വേണം. ഉള്ളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ്, പിന്നെ അരവിന് വേണ്ടിയിട്ടാണ് തേങ്ങ എടുത്തിട്ടുണ്ട്. കുരുമുളക് ഒരു 1/2 ടീസ്പൂണ്, അതേപോലെ ഒരു 4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ജീരകം ഒരു 1/4 ടീസ്പൂണ്, ഒരു 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് പേസ്റ്റ് പോലെ അരയണ്ട, ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ക്രഷായിട്ടും അല്ല നന്നായിട്ട് പേസ്റ്റായിട്ടും അല്ല, ഒരു മീഡിയം രീതിയിൽ ഒന്ന് അരച്ചെടുക്കണം. നമുക്ക് ആദ്യം തന്നെ ഈ ചെറുപയറിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമുക്ക് ആദ്യം ഇതൊരു കുക്കറിലിട്ട് ഞാനിപ്പോൾ വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെക്കാം. മൂടി വെച്ച് നമുക്കിതിന് വേവിച്ച് എടുക്കാം. അപ്പോൾ ഒരു 4-5 വിസിൽ വേണ്ടി വരും. 4 വിസിൽ എന്നിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അത് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പ് ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ചെറുപയർ ഇപ്പം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കൂട്ടാണ്. നന്നായിട്ട് അരിഞ്ഞിട്ടില്ല, കണ്ടല്ലേ? ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറി ഇനി ഒന്ന് തിളച്ച് വരണം. തിക്കാണ് ഇപ്പോൾ. ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. അതിനുശേഷം വറവിട്ടാൽ നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ നമ്മുടെ കറി ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് എടുക്കുകയേ വേണ്ടുള്ളൂ. അപ്പം ഞാൻ ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാണ്. നമുക്കിതൊന്ന് വറവിട്ട് എടുക്കാം. അപ്പോൾ വറവിടാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതിപ്പോൾ തേങ്ങ വേണം, അതേപോലെ തന്നെ വറ്റൽമുളക്, കറിവേപ്പില, ഇത് 3 ഇട്ട് കൊടുത്ത് തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളറാകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ തേങ്ങ ഇനി നന്നായിട്ട് ബ്രൗൺ കളർ ആവണം. അതുവരെ നമുക്ക് ഒന്ന് വഴറ്റി എടുക്കാം. അപ്പോൾ ഈ വറവിടുന്നതും ഈ തേങ്ങ നന്നായിട്ട് ഈ ഒരു വറവിനും നല്ലൊരു പ്രത്യേകതയുണ്ട്. അത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഈ കറിക്ക്. കൂടാതെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ സാധാരണ ചെറുപയർ കറിക്ക് ചേർക്കുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളവിടെ സാധാരണ കറിക്ക് ചേർക്കാറില്ല. പക്ഷേ ഈ ഒരു കറിക്ക് ഇതുപോലെ ചേർത്തുണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ഇതുപോലെ ഒരു തവണ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ട് വരണം.
അപ്പം നമ്മുടെ വറവ് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, തേങ്ങയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം നമുക്ക്. എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറി ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറവ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി അമ്മ സ്പെഷ്യൽ ചെറുപയർ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീണ്ടും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.